ഇതൊക്കെ ബലിയിട്ടിട്ട് പോകുന്ന ഭക്തരാണ് ഈ കാണുന്നത്. അരീപ്പുറം ക്ഷേത്രത്തിൽ പോയ പോക്കിൽ കണ്ട കാഴ്ചയാണ്. വാഴക്കേപ്പ ഇടുന്ന രംഗമാണ് ഈ കാണുന്നത്. മുതുവിള അരീപ്പുറം ദേവീക്ഷേത്രമാണ് ഈ കാണുന്നത്. അരീപ്പുറം ദേവീക്ഷേത്രത്തിലെ കർക്കിടക വാവോട് അനുബന്ധിച്ച് നടക്കുന്ന ബലിതർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. ബലിയിട്ടിട്ട് വരുന്ന ഭക്തജനങ്ങളാണ് ഈ കാണുന്നത്. ആറ്റിൽ നല്ല വെള്ളമുള്ളത് കൊണ്ടാണ് ആറ്റിലിറങ്ങാൻ ആരും താമസിക്കില്ല. കമ്മിറ്റിക്കാരുടെ നിർദ്ദേശമുണ്ട് ആറ്റിലിറങ്ങരുതെന്ന്. അതുകൊണ്ട് ആറ്റിലിറങ്ങാൻ ആരെയും താമസിക്കില്ല. മുതുവിള അരീപ്പുറം ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന ബലിതർപ്പണമാണ് ഈ കാണുന്നത്. ദേവദർശനം, ശേഷം ഇരിക്കുന്ന പുഷ്പം, എള്ള്, മുളക് എല്ലാം ചേർത്ത് വായിക്കണം. സന്തതി വരപ്പെടുന്നതിനും അനുഗ്രഹിക്കുന്ന അമാവാസി നാളായ ഇന്ന് പിതൃലോകത്ത് നിന്ന് നമ്മുടെ വംശപരം മരിച്ചു വീഴുന്ന മരണനക്ഷത്രം, അവരുടെ രൂപം മനസ്സിൽ സങ്കല്പിക്കുക. മരണനക്ഷത്രം അറിയില്ലാത്തവർ ഭഗവാന്റെ നക്ഷത്രം കൂടിയായ തിരുവോണം നക്ഷത്രം മനസ്സിൽ സങ്കല്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഓം തദൈവ ലഗ്നം സുദിനം തദൈവ തരാബലം ചന്ദ്രബലം തദൈവ വിദ്യാബലം ദൈവബലം അഖില പിതൃക്കളും ആവാഹിക്കുന്നതായി സങ്കല്പിക്കും. ക്ഷേത്രത്തിൽ നടക്കുന്ന ബലിതർപ്പണമാണ് നടക്കുന്നത്. പൂർവേ പ്രജാമസ്മഭ്യാം ദദതോരഞ്ച ദീർഘായുധഞ്ച ശരശാരദഞ്ച ഓം പ്രഭുവസ്വ പിതൃപിതാമഹ പ്രപിതാമഹ മാതൃമാതാമഹ പ്രപിതാമഹ ധ്യായാമി അവാഹയാമി അവാഹയാമി. ചോറിരിക്കുന്ന ഇലയുടെ സൈഡിൽ ഇരിക്കുന്ന ചോറിൽ ഒരല്പം വെച്ചിട്ട് ബാക്കിയുള്ള ഉരുട്ടിയെടുക്കും. ഒരല്പം വെച്ചിട്ട് ബാക്കിയുള്ളത് ഉരുട്ടിയെടുക്കും. ലേശം വെച്ചാൽ മതി, ബാക്കിയുള്ളത് എടുക്കുക. വലിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കും. 2 കൈ കൊണ്ട് ഉരുട്ടിയെടുത്ത് ആ ചോറിരുന്ന ഇലയിൽ തന്നെ വയ്ക്കും. പൂജാദ്രവ്യങ്ങളിലൊന്നും ആ ഉരുളച്ചോറിന് മേളിലായിട്ടൊരല്പം പുഷ്പം, കളവം, എള്ള് ഇത് വയ്ക്കും. ഉരുളച്ചോറ് കയ്യിലെടുക്കും. നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. അമാവാസി നാളായ ഇന്ന് പിതൃവിന് പിണ്ടമൂട്ടുന്നു എന്ന് സങ്കല്പിച്ചോളൂ. വലത്തോട്ട് പിതൃവിനോട് പ്രദക്ഷിണം ചുറ്റാൻ പറ്റുന്നവർക്ക് മാത്രമേ ചുറ്റാവും. സമർപ്പിക്കും. അടുത്തിരിക്കുന്ന ഇല എടുക്കുന്നു. ഇലയോടെ തുന്നൽ
ഇലയോടെ തുണി ഇലയോടെ എടുത്ത് തുണി പിടിച്ച് പ്രാർത്ഥിക്കും. ഭഗവാനെ ഇന്ന് ചെയ്ത ശ്രാദ്ധ കർമ്മത്തിൽ നമ്മളുടെ മന്ത്രം കൊണ്ടോ നമ്മളുടെ ക്രിയ കൊണ്ടോ നമ്മളുടെ ഭക്തി കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു. അരീപ്പുറം ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന ബലിതർപ്പണമാണ് ഈ കാണുന്നത്. ഫയർഫോഴ്സും ഇതിൻ്റെ സംഘാടകരും വോളണ്ടിയേഴ്സും എല്ലാം ഇവിടെ സജീവമാണ്. എല്ലാ വർഷവും ഇവിടെ തന്നെ എല്ലാ വർഷവും ഇവിടെ തന്നെ നമ്മളെ കമ്മിറ്റിയില്ലേ, കമ്മിറ്റിയാണ് ഈ ചേട്ടൻ. അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ബാഹുബലിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? ബലിയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട്. ഒരു അവാർഡൊന്നും വന്നിട്ടില്ല. പിന്നീട് എല്ലാ വർഷവും ഇവിടെ തന്നെ. പിന്നെ ഇറങ്ങാൻ താമസിക്കില്ല. ഇവിടെ മാത്രമല്ലേ കർശന വിലക്കുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്. പിന്നെ ഇവിടുത്തെ നാട്ടുകാരുണ്ട്. ഇവിടുത്തെ കമ്മിറ്റിക്കാരും നാട്ടുകാരും എല്ലാം അത് ശക്തമായിട്ട് നിൽക്കുകയാണ്. നല്ല അടിയൊഴുക്കുണ്ട്. ബലിതർപ്പണം നടക്കുകയാണ്. മുതുവിള അരീപ്പുറം ദേവീക്ഷേത്രത്തിലെ ബാഹുബലിയോടനുബന്ധിച്ച് നടക്കുന്ന ബലിതർപ്പണമാണ് ഈ നദിയിൽ നടക്കുന്നത്. നല്ല ശക്തമായ ഒഴുക്കുണ്ട്. ഇന്നലെ രാത്രിയിലും പെയ്ത നല്ല മഴയോടനുബന്ധിച്ച് നല്ല ശക്തമായ ഒഴുക്കാണ്. നദിയിൽ ഇറങ്ങാൻ ആരെയും താമസിക്കില്ല. അതിനോട് കമ്മിറ്റിക്കാരും സേവാ സംഘകരും പോലീസും ഫയർഫോഴ്സും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ബലിതർപ്പണം നടക്കുന്ന കടവാണിത്. ഇതാണ് അരീപ്പുറം ദേവീക്ഷേത്രം. മോതിരം എടുത്ത് വലത് മോതിര വരല് ധരിക്കും. പവിത്രം പാപമോചനം ആയുസ് തേജവും ബലസവും